പൊളി പൊളി. ഞങ്ങളുടെ ആദ്യത്തെ കോളേജ് വിസിറ്റ് ആട്ടോ റൊമാൻസിന്റെ. വന്ന സ്ഥലം തെറ്റിയില്ല. നമ്മുടെ അടുത്ത് കിടിലൻ ക്രൗഡ്, വൻ പരിപാടി. ഇത് എല്ലാ കോളേജുകളിലും ചെന്ന് കഴിഞ്ഞാൽ കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, ആക്ച്വലി ടോക്കച്ച് പൊളിയാണ്. ഈ കളറിലുള്ള വെടിക്കെട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഈ പരിപാടി മാത്രമല്ല ഉണ്ടാവാറുള്ളൂ. ഇത് കൊള്ളായിരുന്നു, കിടിലൻ. നീ ജെകെയുടെ എക്സ്പ്രഷൻ നീ വിരൽ കാണിക്കുന്ന റോങ് ആട്ടോ. ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ പടത്തിന്റെ ആദ്യത്തെ കോളേജ് വിസിറ്റ് ആണ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങോട്ട് വരുമ്പോൾ ഇത്രയോളം പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ രാവിലെ ഉറങ്ങി ഇങ്ങനെ കുറേ ദിവസമായിട്ട് പ്രൊമോഷൻ ചെയ്ത് മടുപ്പിലൊക്കെ വന്ന എല്ലാ പുറക്കവും മാറി കിട്ടി. വാ, അടിപൊളി, സൂപ്പർ. എന്താണെന്ന് അറിയോ, ഇപ്പോൾ ഈ ട്രെയിലറിൽ തന്നെ എന്നെ വളരെ കുറച്ചല്ലേ കണ്ടുള്ളൂ. ആ സിനിമയിൽ അങ്ങനെയാണ്. കാരണം ഞാൻ കാണാതെ പോവുകയാണ്. പടം തുടങ്ങുമ്പോൾ തന്നെ ഷിൻഡോ എന്നുള്ള എൻ്റെ ക്യാരക്ടർ കാണാനില്ല. അപ്പോൾ കാണാനില്ലാത്ത ആൾ എങ്ങനെയാണ് പഞ്ച് ഡയലോഗ് പറയുന്നത്? പക്ഷേ ആദ്യമായിട്ട് ഒരു സാമ്യമില്ലാത്ത വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. അങ്ങനെ അത്ര കോമഡി ആണെങ്കിൽ പോലും നമുക്ക് വേറെ കുറച്ച് ലേയേഴ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഈ പടത്തിൽ എല്ലാവർക്കും കുറച്ച് വട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടെ കണ്ടതുപോലെ തന്നെ പടത്തിൽ ആ വട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. പെട്ടെന്ന് എടുത്തിയാടി ഓരോ മള്ളത്തരങ്ങൾ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഞാൻ. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയില്ലേ? അപ്പോൾ കുറച്ച് വേറെ പരിപാടിയാണ്. എല്ലാവർക്കും വർക്കാവുമെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തല്ല കേട്ടോ, എനിക്ക് ചൂസ് ചെയ്ത. ആദ്യം ADJ എൻ്റെ കഥ പറയുന്ന സമയത്ത് ഇതിലിങ്ങനെ കാസർഗോഡ് പരിപാടി ഇല്ലായിരുന്നു. ഞാൻ ഇന്നായതിനു ശേഷം പുള്ളിക്കാരന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതും എന്നോട് കാസർഗോഡ് അതിന് ശേഷം എന്നോട് പറഞ്ഞത് കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സ്റ്റേജ് ഷോസിലും അല്ലെങ്കിൽ ഇവൻസിലും ഒക്കെ പോകുമ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ കാസർഗോഡ് സ്ലാങ് സംസാരിക്കാൻ പറ്റാറുള്ളൂ. ഇവിടെ ഒരു സിനിമയിൽ ഒട്ടും പറയാൻ പറ്റില്ല. കുറേ പോർഷൻസിൽ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. എന്ത് മുണ്ടണ്ട ഞാൻ ഇവിടെ കാസർഗോഡ് വന്നിട്ടില്ല. ഞങ്ങളുടെ ഒരു കാസർഗോഡ് വന്നേരെ കൈ നോക്കിയാറോ ഒന്ന് ഒരു ഇവിടെ 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 കാസർഗോഡ് ഭാഷയില് നിന്നെ കള തന്നേരും. ഞാൻ കാസർഗോഡ് ഭാഷ കൊണ്ട് ഞാൻ വിദ്യാലയായിരുന്നു. തൊട്ടപ്പുറത്ത് പഠിച്ച ചിമ്മാല് പഠിച്ച ചിമ്മാല് പിള്ളേർ എങ്ങനെയാണെന്നറിയോ? ഭയങ്കര ഡീസന്റ് പിള്ള. ഞങ്ങൾ തന്മയിലല്ലേ പൊട്ടിത്തെറിച്ച പിള്ളേരാണ്. ഞങ്ങൾ ലൈഫ് എൻജോയ് ആക്കുന്ന പിള്ളേരുണ്ടായത്. ഇവൻ കാസർഗോഡല്ല, ചെറുക്കൽ അറിയോ? നമ്മളെ ദോസ്തല്ലുണ്ട് കാസർഗോഡത്തെ പിള്ളേർ വൈബന് പിള്ളേർക്ക് പിടിച്ചും കിട്ടാനാ അങ്ങനത്തെ പിള്ളേർക്ക് പിടിച്ചും കിട്ടാല നമ്മളൊന്നും അല്ലേ? ടീച്ചർ പഠിക്കാൻ പിടിച്ചാൽ കിട്ടുന്നില്ല പിള്ളേർ. പിന്നല്ലേ കൊച്ചിന്ന് ആരുമില്ലേ? പിന്നെ കാസർഗോഡ് അങ്ങനെ കാസർഗോഡ് നല്ല ചിക്കൻ ഫ്രൈ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാസർഗോഡ്. സാർ, അപ്പോൾ ഈ സിനിമ ചൂസ് ചെയ്യുമ്പോൾ അതിലെ കഥ നോക്കിയിട്ടാണോ അതോ കഥാപാത്രം നോക്കിയിട്ടാണോ? എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? രണ്ടും നോക്കണ്ടേ? അല്ലെങ്കിൽ കാരണം കഥ നന്നായ മാത്രമേ ആൾക്കാരെ സിനിമയിൽ കാണുള്ളൂ. എന്നാലേ കഥാപാത്രം മനസ്സിലാവുള്ളൂ. എന്താണ് വെറുതെ പോയിട്ട് കഥാപാത്രം മാത്രം നോക്കിയാൽ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും. എന്താണ് കണ്ട അതിന് മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ട്. ഇവരൊരു ഡൗട്ട്, എൻ്റെ അടുത്ത് ഇംഗ്ലീഷിലും ബാക്കി ആൾക്കാരുടെ അടുത്ത് മലയാളത്തിൽ സംസാരിച്ചെന്ന് വെച്ച് അങ്ങനെയൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് അത്രക്ക് മനസ്സിലാവണം. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ കാര്യം മനസ്സിലാവും. ആ എക്സ്പ്രഷൻ, രോമാഞ്ചത്തിലെ എക്സ്പ്രഷൻ ഒന്ന് കന്നഡ കാണുമോ? ഞാൻ ഈ പടത്തിലോട്ട് വരുന്നത് ഈ പടത്തിന്റെ ഒരു ആക്സിഡന്റ് മേഖല അല്ലെങ്കിൽ ഒരു പകുതി കഴിഞ്ഞിട്ടാണ് ഈ പടത്തിലോട്ട് വരുന്നത്. കാരണം ഇവര് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി. നിങ്ങൾ അറിഞ്ഞാണില്ലത്? അറിഞ്ഞില്ല? പറയാം.
അപ്പോ സ്വാഭാവികമായും അതെ 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 എടാ, ഞാൻ പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കിയ ആക്സിഡന്റ് അല്ലത്. അല്ലല്ല പൊന്നമ്പുറു അങ്ങനല്ല ഇവരുണ്ടാക്കിയ പോയത് ഇവന്റെ കഴുത്തും. അപ്പോൾ നമ്മളിത് ഞാൻ സിനിമയിൽ വരണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്നോ യാതൊരു ആഗ്രഹമില്ലാണ്ട് വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ വൈറലാകുന്നതും അത് റീച്ച് ആകുന്നതും ADG എന്നെ ഡയറക്ടർ എന്നെ വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ സിനിമയുടെ ഒരു ഇത് കേട്ട് ആക്ഷൻ പരിപാടീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആക്സിഡന്റ് കഴിഞ്ഞ് നാട്ടിലൊക്കെ സംസാരം ഇവന്മാർക്ക് വേറെ പരിപാടിയൊന്നുമില്ല, സിനിമാക്കാരന്മാർ വണ്ടി എടുത്ത് ആക്ച്വലി നമ്മൾ അങ്ങനെയാണ് കരുതിയത്. ആ സിനിമയിലോട്ട് തന്നെ തിരിച്ചെനിക്ക് പിന്നെ വരാൻ ഒരു ഭാഗമായതിൽ ഞാൻ സർപ്രൈസ്ഡാണ്. കാരണം തിയേറ്ററിലും TV-യിലും കണ്ടുവരുന്ന മുഖങ്ങൾ ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക, നോർമലി സാധാരണക്കാരൻ എന്ന നിലയിൽ ഭയങ്കര സർപ്രൈസിലാണ് ഇവരോട് അഭിനയിക്കാൻ പറ്റുന്നത്. കാരണം ഇവർ ഒരുപാട് കാര്യങ്ങൾ ഈ ഇരിക്കുന്നവരൊന്നും അല്ലട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇവർക്ക് ഭയങ്കര പൊട്ടൻഷ്യലും ടാലന്റും മറ്റുള്ളവരെ എങ്ങനെ എൻകറേജ് ചെയ്യുക, അല്ലെ മറ്റുള്ളവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക, പുതിയതായിട്ട് എങ്ങനെ സപ്പോർട്ട് എന്തോ അപ്പൊ ആ ഒരു ടെൻഷന്റെ പേരിലാണ് സംസാരിച്ചു പോകുന്നത്. അപ്പൊ പാട്ട് വരുന്നിടം വരെ അർജുനേട്ടന്റെ കാറിന് ആരെങ്കിലും കണ്ടായിരുന്നോ? സൂപ്പർ കാറല്ലേ? ചേട്ടന് കാറിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ചേട്ടനോട് ചോദിക്കാം. അവിടേക്ക് തന്നെ ആരും അടുത്തൊന്നും പോയിട്ടില്ല, ആരും ഇല്ലില്ല, സാധനം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിനെ പറ്റി 2 വാക്ക് പറയാമോ? കാർ BMW ആണ്. കൊറേ കൊതിച്ചെടുത്ത നമ്പർ മമ്മൂക്കയുടെ നമ്പർ കൊതിച്ച് എടുത്താണ് 9369. പിന്നെ ഇതൊരു സ്വപ്നമായിരുന്നു. ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാറ് മേടിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായില്ല. പക്ഷെ എങ്ങനെയൊക്കെ എത്തിപ്പെട്ടി. അപ്പൊ അങ്ങനെ അമ്പൂന്റെ ഡാൻസ് ഉണ്ടല്ലോ, അത് വെറുതെ ചളാക്കി ചവറാക്കണ്ട. അമൽ ഡേവിസിന്റെ എന്താ റിയാക്ഷൻ അതാണോ യദുകുല കാമ്പോജി കാണിക്കാൻ പറഞ്ഞോ? യദുകുല കാമ്പോജി കാമ്പോജിയുടെ കൃഷ്ണ അവിടെ ഉണ്ട്. കൃഷ്ണമണി 2 സ്റ്റെപ്പ് ഇടും. ആർക്കെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഓണത്തിന് നേരെ തിയേറ്ററിലോട്ട് പോവാ. പ്ലാൻ ഉണ്ടോ? വെയിറ്റ് ഐഡിയ പറഞ്ഞുതരാ. നാണോന്റെ സെറ്റാക്കി തരാം. ആളാരാന്നും കൂടി പറ. പടം കാണുക, ഇന്റർവെൽ ആവുമ്പോ ഒരു പപ്സും ലൈം ജ്യൂസും വാങ്ങിച്ചു കൊടുക്കുക. പടം കഴിയാറാവുമ്പോ എൻ ക്രെഡിറ്റ്സിൽ അവഞ്ചേഴ്സിന്റെ പോലെ പോസ്റ്റ് ക്രെഡിറ്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോ പ്രപ്പോസ് ചെയ്യാം, സെറ്റ് ആവും. റൊമാൻസ് ആണെങ്കിൽ കുറെ ചിരിച്ചു കളിച്ച് ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും ഓക്കെ പറയും. സിംഗിൾ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പോ ഫെബ്രുവരി 14 റൊമാൻസ്